ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്റ്റെല്ല മാരീസ് ഡെലിവറൻസ് മിനിസ്ട്രി, സ്റ്റെല്ല മാരീസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ഓൺലൈനായി നടത്തി വരുന്ന പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ കാവൽ മാലാഖമാരുടെ വണക്കമാസം ചൊല്ലി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഒപ്പം തന്നെ മാലാഖമാരെക്കുറിച്ച് വലിയൊരു പഠനം നമ്മൾ നടത്തുകയാണ്. ഇതുവരെ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത മാലാഖമാർ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുകയായിരുന്നു. ദൈവത്തിൻ്റെ സേവകരായ മാലാഖമാർ, കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന മാലാഖമാർ, ഒപ്പം തന്നെ സന്ദേശവാഹകരായ മാലാഖമാരെ കുറിച്ചാണ് ഇന്നലെ വരെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. സന്ദേശവാഹകരായ മാലാഖമാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പരിശുദ്ധ കന്യാമറിയത്തിന് മംഗളവാർത്ത കൊടുത്തതും, യോസേപ്പ് പിതാവിൻ്റെ പക്കലേക്ക് സ്വപ്നത്തിൽ കടന്നു വന്നതും, ആട്ടിടയരെ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിച്ചതും എല്ലാം നമ്മൾ കണ്ടു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഉണ്ണീശോയുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാലനായ ഉണ്ണിമിശിഹായ്ക്ക് സന്ദേശവുമായി 2 മാലാഖമാർ വന്നതിനെക്കുറിച്ച് നമ്മുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു ചിത്രം നമ്മുടെയൊക്കെ ദേവാലയങ്ങളിലുമുണ്ട്. പരിശുദ്ധ മറിയത്തിന് മംഗളവാർത്തയുമായി ഗബ്രിയേൽ മാലാഖ വന്നു, യോസേപ്പ് പിതാവിൻ്റെ പക്കലേക്ക് സന്ദേശവുമായി മാലാഖ വന്നു എന്ന് നമ്മുടെ വചനത്തിൽ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും നമ്മൾ കണ്ടതാണ്. വചനത്തിൽ നമ്മൾ കാണുന്നില്ല എങ്കിലും രഹസ്യ സുവിശേഷങ്ങളിൽ, അപ്പോക്രിഫൽ ബുക്സിൽ വ്യക്തമായി നമ്മൾ വായിക്കുന്നുണ്ട്. തോമസിൻ്റെ ശൈശവ സുവിശേഷം ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ഉണ്ണിമിശിഹ ചെറുപ്പത്തിൽ കളിച്ച് ചിരിച്ച് നടക്കുന്ന സമയത്ത് പിതാവാ ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്ന സന്ദേശവുമായി 2 മാലാഖമാരെ അയച്ചുവെന്നാണ് പറയുക. കളിച്ച് ചിരിച്ച് നടക്കുന്ന ബാലനായ ഉണ്ണിമിശിഹായുടെ പക്കലേക്ക് പെട്ടെന്ന് കുഞ്ഞായിരിക്കുമ്പോൾ ഒരു 3-4 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ പക്കലേക്ക്, ഓടിച്ചാടി നടക്കുന്ന ഒരു ആൺകുട്ടിയുടെ പക്കലേക്ക് പെട്ടെന്ന് 2 മാലാഖ, അത് വെറുതെ അല്ല വന്നത്, താൻ ചുമന്നുകൊണ്ട് പോകേണ്ട കുരിശുമായി ഗബ്രിയേൽ മാലാഖയും തൻ്റെ വിലാപ്പുറത്ത് കുത്തേണ്ട കുന്തവുമായി മിഖാൽ മാലാഖയുമാണ് കടന്നു വരിക. ഈ 2 മാലാഖമാർ വന്ന് ഉണ്ണിമിശിഹായ്ക്ക് സന്ദേശം കൊടുത്തതിനെ കുറിച്ച് നമ്മുടെ ദേവാലയങ്ങളിൽ, പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം നമ്മൾ നൊവേന ചെല്ലുന്ന നിത്യസഹായ മാതാവിൻ്റെ നൊവേനയിൽ ആ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിക്കേ, ഇല്ലെങ്കിൽ നാളെ അടുത്ത ദിവസം ദേവാലയത്തിൽ ചെല്ലുമ്പോൾ നോക്കിക്കേ. നിത്യസഹായ മാതാവിൻ്റെ ചിത്രത്തിൽ മാതാവും ഉണ്ണിമിശിഹായും ഒക്കത്ത് എടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. 2 സൈഡിലായിട്ട് 2 മാലാഖമാരെയും കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചിത്രത്തിൽ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട് നിത്യസഹായ മാതാവിൻ്റെ ചിത്രം. നോക്കിക്കേ, 2 മാലാഖമാരെ ഇടതും വലതുമായിട്ട് നിങ്ങൾ കാണുന്നില്ലേ? ഉണ്ണിമിശിഹ വളരെ പേടിച്ചരണ്ടാണ്, ഭയത്തോടു കൂടിയാണ് അമ്മയുടെ എളിയിൽ കയറിയിരിക്കുന്നത്. ഈ 2 മാലാഖമാർ വന്നപ്പോൾ, പെട്ടെന്ന് കുരിശും കുന്തവുമായിട്ട് 2 മാലാഖമാർ വന്നപ്പോൾ പേടിച്ച് അമ്മയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നുവെന്നാണ് ഈ ചിത്രം സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് ചെരുപ്പിൻ്റെ വാറ് പൊട്ടി, കാലിൽ ചെരുപ്പ് പൊട്ടി തൂങ്ങിക്കിടക്കുക. ഈ ചിത്രം വരച്ചതാരാണെന്നറിയാമോ? ഇത് ഈശോയുടെ ശിഷ്യനായ ലൂക്കാ ശ്ലീഹ വരച്ചുവെന്നാണ് പറയപ്പെടുക. നിത്യസഹായ മാതാവിൻ്റെ ചിത്രം ഈശോയുടെ ശിഷ്യനായിരുന്ന ലൂക്കാ ശ്ലീഹ വരച്ചുവെന്നാണ് പറയുക. 2 മാലാഖമാർ ഉണ്ണിമിശിഹായുടെ പക്കലേക്ക് ദൈവത്താൽ, പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും സന്ദേശവുമായി വന്നു. താൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് അയപ്പിക്കപ്പെട്ടത് എന്ന സന്ദേശവുമായി വന്നു. സന്ദേശം കണ്ട ഈ മാലാഖമാരെ കണ്ട് പേടിച്ച് ചെരുപ്പിൻ്റെ വാറ് വരെ പൊട്ടുന്ന രീതിയിലുള്ള ഓട്ടം കാഴ്ചവെച്ച് ഉണ്ണിമിശിഹ ഓടിച്ചെന്ന് അമ്മയുടെ എളിയിൽ കയറിയിരിക്കുക. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. കാരണം ഗബ്രിയേൽ മാലാഖ വളരെ വ്യക്തമായിട്ട് പറയാം, മംഗളവാർത്തയും വന്ന മാലാഖയെയും 2 മാലാഖമാരെയും അമ്മയ്ക്ക് മനസ്സിലായി. നിത്യവും സഹായമരുളുന്ന പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനെ മാറോട് ചേർത്ത് സഹായമല്ലിക്കൊണ്ട് സംരക്ഷണം കൊടുത്തുകൊണ്ട് ഒക്കെ തെടുത്തിരിക്കുന്ന, ആശ്വാസം കൊടുക്കുന്ന അമ്മയാണ് നിത്യസഹായ മാതാവിൻ്റെ ചിത്രത്തിൽ നമ്മൾ കാണുക. ഹല്ലേലൂയ. അപ്പോൾ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, നിത്യസഹായ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. പരിശുദ്ധ അമ്മ, നിത്യവും സഹായം വരുന്ന പരിശുദ്ധ അമ്മ. ബർനാഥ് പുണ്യവാളൻ്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ, എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലും, അമ്മയുടെ അടുക്കൽ ഓടി വരുന്ന ഒരുവനെ പോലും അമ്മ ഉപേക്ഷിക്കുന്നത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി. ആ വിശ്വാസം അല്ലേ, അമ്മയുടെ അടുക്കൽ ഓടി വരുന്ന പിഞ്ചു കുഞ്ഞിനെ, സ്വന്തം പുത്രനെ മാറോട് ചേർക്കുന്നത് പോലെ അമ്മ നമ്മളെയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസം, മാലാഖമാരെ സന്ദേശം സ്വീകരിച്ച പരിശുദ്ധി അമ്മയും മാലാഖമാരെ കണ്ട് പേടിച്ചരണ്ട ബാലനായ ഉണ്ണിമിശിഹായും, ഈ 2 പേരെ നോക്കിക്കൊണ്ട് ആ നൊവേനയിലാണ് നമ്മൾ പങ്കുചേരേണ്ടത്. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. അപ്പോൾ നിത്യസഹായ മാതാവിൻ്റെ ചിത്രത്തെ സൂചിപ്പിക്കുന്നത്
സന്ദേശവുമായി വരുന്ന മാലാഖമാർ തന്നെയാണ്. സന്ദേശവാഹരായ മാലാഖമാരെയാണ് അവിടെ നിത്യസഹായ മാതാവിൻ്റെ ചിത്രത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സന്ദേശവാഹരായ മാലാഖമാരെ കുറിച്ചാണ് 2-3 ദിവസങ്ങളിലായി നമ്മൾ വിചിന്തനം ചെയ്യുക. അംബാസഡേഴ്സ് ഓഫ് ഗോഡ്, മെസ്സഞ്ചേഴ്സ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദൂതന്മാർ, ദൂത് കൊണ്ടുപോകുന്ന ദൂതന്മാർ. ഇപ്പോൾ ദൈവരാജ്യത്തിൽ നിന്ന് സന്ദേശമായി വരുന്ന ദൂതന്മാർ. നമുക്കൊക്കെ അറിയാം, ഓരോ രാജ്യത്തിനും ഓരോ അംബാസഡർമാരുണ്ട്. വാർത്തയിലൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, യുദ്ധമുണ്ടാകുമ്പോൾ, ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും തരത്തിലുള്ള ക്ഷാമം ഉണ്ടാകുമ്പോൾ എംബസികൾ തമ്മിൽ കോൺടാക്ട് ചെയ്യുകയും, രാജ്യങ്ങളുടെ എംബസികൾ തമ്മിൽ കോൺടാക്ട് ചെയ്യുകയും അവിടെ ഇന്ത്യൻ അംബാസഡർ, US അംബാസഡർ, ബ്രിട്ടീഷ് അംബാസഡർ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഓരോ രാജ്യത്തിൻ്റെ അംബാസഡേഴ്സ്. ഈ അംബാസഡർ എന്താണ്? ഒരു ദൂതനാണ്. തന്ത്രപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ അംബാസഡേഴ്സിനെ ഒരു മെസ്സഞ്ചേഴ്സായിട്ട് വെച്ചിരിക്കുക. ദൈവരാജ്യത്തിൽ നിന്നും സന്ദേശമായി വരുന്ന ദൈവരാജ്യത്തിൻ്റെ അംബാസഡേഴ്സ്, ദൂതന്മാർ, ദൂത് കൊണ്ടുവരുന്ന ദൂതന്മാർ, കർത്താവിൻ്റെ ദൂതന്മാർ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കൂടെ കർത്താവിനാൽ അയക്കപ്പെടുന്ന സന്ദേശവാഹരായ മാലാഖമാരുണ്ട്. നമുക്ക് വേണ്ടി അവർ സന്ദേശം കൊണ്ടുവരുന്നുണ്ട്. സ്വീകരിക്കുന്നുണ്ടോ എന്നതാണ് ഇതിനകത്ത് പ്രാധാന്യം. മെസ്സേജ് കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക. ഏത് നെറ്റ്വർക്കാണ്, ഏത് റേഞ്ചാണ്, വിശുദ്ധിയാണോ അശുദ്ധിയാണോ, ഏത് നെറ്റ്വർക്കിലാണ് നമ്മൾ ഓരോരുത്തരും? വിശുദ്ധിയിലാണെങ്കിൽ മാലാഖമാരുടെ ആ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ആ ഒരു തീക്ഷ്ണതമായ വെളിപാട് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഈശോയെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ബോധ്യത്തോടു കൂടി സന്ദേശവാഹരായ മാലാഖമാരെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി. വെളിപാട് തരുന്ന മാലാഖമാർ, പ്രത്യേകിച്ച് ഗബ്രിയേൽ മാലാഖയും മിഖായേൽ മാലാഖയും ഒക്കെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പക്കലേക്കും യോസേഫ് പിതാവിൻ്റെ പക്കലേക്കും ഉണ്ണിമിശിഹായുടെ പക്കലും ആട്ടിടയർക്കും എല്ലാം സന്ദേശം കൊടുത്ത മാലാഖമാർ, ആ വെളിപാട് തരുന്ന മാലാഖമാർ, സന്ദേശവാഹ ദൈവദൂതന്മാർ നമ്മുടെ കൂടെയും ഉണ്ട് എന്ന വിശ്വാസത്തോടു കൂടി, നമുക്ക് പലതും പറഞ്ഞു തരുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി, പലപ്പോഴും നമ്മൾ പല സ്വരങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഓരോ കാര്യങ്ങൾ അബദ്ധത്തിൽ ചെന്ന് ആടുമ്പോഴോ, ആപത്തിലേക്ക് പോകുമ്പോഴോ, അപകടം നമ്മൾ തരണം ചെയ്യുമ്പോഴൊക്കെ പല സംസാരങ്ങൾ ആരോ നമ്മളോട് മന്ത്രിക്കുന്നത് പോലെ, ആരോ നമ്മെ നയിക്കുന്നത് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടാവാം. സന്ദേശം തരുന്ന മാലാഖമാർ, സന്ദേശവാഹരായ മാലാഖമാർ, അവരുടെ സാന്നിധ്യം നമുക്ക് സ്വീകരിക്കാം. അവരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തെ ആരാധിക്കാം. ഇന്നത്തെ ദിവസം പ്രത്യേകമായി ഈ ശുശ്രൂഷയെ പങ്കുചേരുമ്പോൾ, കാവൽ മാലാഖമാരുടെ വണക്കമാസ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പങ്കുചേരുമ്പോൾ, നമുക്ക് നമ്മുടെ ഈ കാവൽ മാലാഖയോട് ചേർന്ന് ദൈവത്തിൻ്റെ സന്ദേശവാഹരായ മാലാഖമാരോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ സങ്കടപ്പെടുന്ന, ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ട എല്ലാവരെയും, പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്ന ആളുകൾ, ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ട എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയും കാരുണ്യവും നമ്മുടെ കുടുംബത്തിന്മേൽ ഉണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.